എല്ലാ വർഷവും തണുപ്പ് കാലമാകുമ്പോൾ ഒരു നവംബർ ഡിസംബർ മാസമാകുമ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഡൽഹിയിലെ മൂടൽമഞ്ഞ്. ആൾക്കാർക്ക് അന്യോന്യം കാണാൻ സാധിക്കുന്നില്ല. അന്തരീക്ഷത്തിലുള്ള പാർട്ടിക്കിൾസ് PM2.5 പാർട്ടിക്കിൾസിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. ഇപ്പോൾ താജ്മഹൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടൽമഞ്ഞ് വർദ്ധിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അന്യോന്യം പറയുന്നു അവർ ചെയ്യാത്തതുകൊണ്ടാണ് ഇവർ ചെയ്യാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. ശരിക്കും എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ പുകയുടെ കാരണം? ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? എല്ലാത്തിനും ഉപരിയായി ഇതിന് നമുക്കൊരു പോസിബിൾ സൊല്യൂഷൻ ഉണ്ടോ? അതോ ഇനി വരുന്ന കാലങ്ങളിലെല്ലാം ഡൽഹി മൂടൽമഞ്ഞ് നിറഞ്ഞ് അവിടെ താമസിക്കുന്ന ജനങ്ങൾ ദുരിതത്തിൽ ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമുണ്ടോ? ഇതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ആദ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സിവിയറിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എയർ പൊല്യൂഷനെ സംബന്ധിച്ച് ചില മാർഗ്ഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. PM2.5 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കാറ്റഗറി ഉണ്ട്. പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതാണ് PM2.5 എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളതാണ്. അതിൻ്റെ അളവ് വായുവിൽ 12 മൈക്രോഗ്രാമിന് താഴെയാക്കണം ഓരോ ക്യൂബിക് മീറ്ററിലും. ഡൽഹിയിൽ ഈ മൂടൽ മഞ്ഞ് വരുന്ന സമയത്ത് ഇതിൻ്റെ അളവ് ഏതാണ്ട് 300 മുതൽ 500 മൈക്രോഗ്രാം വരെ ആവും. അപ്പോൾ എന്തുമാത്രം വർധനമാണ് ആ സമയത്ത് ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, സ്കൂളുകൾ അടച്ചിടുന്നു, ആൾക്കാർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. 2019 പബ്ലിഷ് ചെയ്ത ലാൻസെറ്റ് പബ്ലിഷ് ചെയ്ത ഒരു പഠനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ എയർ പൊല്യൂഷൻ കാരണം മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് 17 ലക്ഷമാണ് ഒരു വർഷം. നമ്മുടെ GDPയുടെ 9%, 8 മുതൽ 9% വരെ ഈ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്ടിവിറ്റി ലോസ്, ഹെൽത്ത് കെയർ കോസ്റ്റ് ഇതിനൊക്കെ വേണ്ടി ചിലവാക്കുകയാണ്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ രീതിയിലുള്ള എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ഹ്യൂമൺ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പറയാം വൈക്കോൽ കത്തിക്കുന്നതുകൊണ്ടാണ്, പിന്നെ കാറുകൾ ബേൺ ചെയ്യുന്നതുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ അത്തരത്തിലുള്ള സർഫസിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഇതിൻ്റെ സിവിയറിറ്റി ഡീറ്റെയിൽസ് ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ഓരോ ഏരിയയിലേക്കും പോവാം. എന്തുമാത്രം കോൺട്രിബ്യൂഷനാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ എയർ പൊല്യൂഷന് വേണ്ടി കൊണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ നാച്ചുറൽ കോസസിലേക്ക് പോവാം. ഭൗമശാസ്ത്രജ്ഞർ ഡൽഹിയെ പറയുന്നത് ഒരു ബൗൾ പോലെ ഇരിക്കുന്ന ബേസിൻ എന്നാണ്. കാര്യം, നമുക്ക് വടക്ക് ഹിമാലയാസ് ഉണ്ട്, തെക്ക് നിന്നും എപ്പോഴും വടക്കോട്ട് കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് തെക്ക് ഭാഗത്ത് കടലാണ്, കാറ്റ് വടക്കോട്ട് വീശുന്നുണ്ട്. ഈ വടക്കോട്ട് വീശുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി നമുക്ക് നമ്മുടെ കാലാവസ്ഥയെ മാനേജ് ചെയ്യുന്നത് ഹിമാലയാസാണ്. സമ്മർ സീസണിൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ വിൻ്റർ സീസണിൽ, തണുപ്പ് കാലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബൗൾ കൺസിഡർ ചെയ്യുക. ഈ ബൗളിൻ്റെ, ഡൽഹി ഇപ്പോൾ ഒരു ബൗളിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, അങ്ങനെ ഒരു ഭൂപ്രതീകം. ഇതിൻ്റെ അകത്ത് താഴെയുള്ള എയർ തണുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ എയർ മേലോട്ട് പോവില്ല. എപ്പോഴും ചൂട് എയറാണ് മേലോട്ട് പോകുന്നത്. സമ്മർ സീസണിൽ എയർ ചൂടാവുകയും എല്ലാ എയറും മേലോട്ട് പോകും, പൊല്യൂട്ടൻസിനെയും കൊണ്ടങ്ങ് വേറൊരു സ്ഥലത്തേക്ക് അങ്ങ് പോകും. അപ്പം ഈ ഡൽഹിയിൽ പ്രോബ്ലം ഇല്ല. എന്നാൽ തണുപ്പ് കാലമാകുമ്പോൾ ഈ ഭൂമിയോട് ചേർന്നിരിക്കുന്ന എയർ എന്ത് ചെയ്യും? തണുക്കും. ഇതിന് തൊട്ട് മുകളിലൊരു വാം എയറിൻ്റെ ലെയറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൻ്റെ മുകളിൽ ലിഡ് വെച്ച് അടച്ച അവസ്ഥയായിപ്പോവും. ഈ എയറിന് എങ്ങോട്ടും പോകാനായിട്ട് നിവർത്തിയില്ല. ഈ പൊല്യൂട്ടൻസ് എല്ലാം സ്റ്റേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ ഒരു ജിയോഗ്രഫിക്കൽ ഇഷ്യൂ കൂടെയാണ്. ഡൽഹിയുടെ പൊസിഷൻ ഇരിക്കുന്നത്, എല്ലാ സ്ഥലത്തു നിന്നുള്ള കാറ്റ് ഈ ബാക്കിയുള്ള പാർട്ടിക്കിൾസിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന പാർട്ടിക്കിൾസിന് വേറെ വെളിയിലോട്ട് പോയി രക്ഷപ്പെടാനുള്ള വകുപ്പില്ല. അപ്പോൾ ജിയോഗ്രഫിക്കലി ഡൽഹിയിലെ പൊസിഷൻ ഇതിന് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. എന്നാൽ ഇത് മാത്രമാണോ മേജർ കോൺട്രിബ്യൂഷൻ? അല്ല. മൊത്തമായി ഉണ്ടാകുന്ന ഈ ഒരു മൂടൽമഞ്ഞിൻ്റെ ഇഷ്യൂ ഇത് കൂടുതലും റിഗറസ് ആവുന്നത് വിൻ്റർ സീസണിലാണ്. സമ്മറിൽ അത്ര പ്രോബ്ലം ഉണ്ടാക്കാറില്ല, നമ്മളിതിനെപ്പറ്റി കേൾക്കാറുമില്ല, വളരെ നോർമലാണ് ഡൽഹി എല്ലായിടത്തും. ഈ വിൻ്ററിലുണ്ടാകുന്നതും സമ്മറിലുണ്ടാകുന്നതും കൂടെ ചേർത്ത് ഏതാണ്ട് 30% ഈ ഭൗമശാസ്ത്രപരമായുള്ള പ്രത്യേകത കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം. ബാക്കി 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ മെറ്റിയോളജിക്കൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് ഇതിൻ്റെ മാൻമെയ്ഡ് കോസസിലേക്ക് പോകാം. ഏറ്റവും കൂടുതലും
ഈ പിന്നെ പുക ഉണ്ടാകാനായിട്ട്, മൂടൽമഞ്ഞ് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതലും കാരണമാവുന്നത് വെഹിക്കിൾ എമിഷൻസ് തന്നെയാണ്. ഏതാണ്ട് 20 മുതൽ 25% വരെ കോൺട്രിബ്യൂഷൻ ഈ വാഹനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ ഒരുപാട് പഴയ ഡീസൽ ട്രക്കുകളും മറ്റുമൊക്കെ ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ സർക്കാർ ഇടയ്ക്ക് വെച്ചിട്ട് ഓഡ് ഓർ ഈവൻ സമ്പ്രദായങ്ങളെ കൊണ്ടുവന്നു, പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല. അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള എമിഷൻ വളരെ കൂടുതലാണ്. കുറേയൊക്കെ CNG കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ കൂടിയും, പക്ഷേ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒന്നും CNG മാറിയിട്ടില്ല. അപ്പോൾ ട്രക്കുകളിൽ നിന്നുള്ള എമിഷൻ വളരെ കൂടുതലാണ്. പിന്നൊന്ന്, ഡൽഹിക്ക് ചുറ്റുപാടുമുള്ള ഫാക്ടറികളുണ്ട്. ആ ഫാക്ടറികളിൽ നിന്നുള്ള എമിഷൻ വളരെ കൂടുതലാണ്. ഈ ഫാക്ടറികളെന്ന് പറയുമ്പോൾ ചെറിയ തോതിലും വലിയ തോതിലുമുള്ള, ചെറിയ സ്കെയിലിലും വലിയ സ്കെയിലിലുമുള്ള ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും ഈ ചുടുകല്ല് പോലുള്ള ബ്രിക്ലിൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ചുടുകല്ല് ഉണ്ടാക്കാനായിട്ട് കത്തിക്കുമല്ലോ നമ്മൾ, ചുടുകല്ല് ചൂടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് കോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ചാണകത്തിൻ്റെ ഇത് ഉപയോഗിക്കാറുണ്ട്, ഒരു പ്ലേറ്റ് പോലെ ഒരു പരത്തിയൊക്കെ സാധനം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പൊല്യൂട്ടൻസ് ഇതിൽ നിന്ന് റിലീസാവും. ഇത് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് ചെല്ലുന്നത് എയറിലോട്ടാണ്. സോ പ്രധാനപ്പെട്ട 2 കോൺട്രിബ്യൂഷൻ ഏജൻസ്, ഒന്ന് വാഹനങ്ങളും മറ്റൊന്ന് ഈ ഇൻഡസ്ട്രീസുമാണ്. പിന്നെ വേറൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈക്കോല് കത്തിക്കുന്നതാണ്. പക്ഷേ വൈക്കോല് കത്തിക്കുന്ന ഏതാണ്ട് ഒരു 15 മുതൽ 20% വരെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹാർവെസ്റ്റ് സീസൺ കഴിയുമ്പോൾ, അതായത് ഈ ഒക്ടോബർ നവംബറിലൊക്കെ ഉള്ള ഹാർവെസ്റ്റ് സീസൺ കഴിയുമ്പോൾ അവർ ഈ വൈക്കോല് കൂട്ടിയിട്ട് കത്തിക്കും. നാസയുടെ സാറ്റലൈറ്റ് ഇമേജസിൽ ആ ടൈമിൽ, അതായത് ഒക്ടോബർ മുതൽ ഒരു നവംബർ ഡിസംബർ ടൈം വരെയുള്ള 3 മാസത്തിൽ ഈ ഹരിയാന, പഞ്ചാബ് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഫയർ പോയിൻറ്റ്സ് അവർ ഫോട്ടോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സാറ്റലൈറ്റുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കത്തിക്കുകയും ഈ പുകപടലം അതിൻ്റെ പൊല്യൂട്ടൻസിനെയും കൊണ്ട് ഡൽഹിയിലെത്തുകയും ചെയ്യും. വെഹിക്കിൾസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്, പിന്നെ ഈ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറുണ്ട്. ഇതിനൊന്നും പോരാഞ്ഞിട്ട് ഡൽഹിക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ, UP അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം, ഹരിയാനയൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഡസ്റ്റും ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത് വളരെ ചെറുതാണെന്ന്. അങ്ങനെ അല്ല, ഇത് വളരെ വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻ്റെ ഡസ്റ്റ് ഈ എയറിലോട്ട് എത്തും. അതും ഈ ഡൽഹി ഏരിയയിലേക്ക് വന്നു ചേരും. എയറിൻ്റെ ഒരു മൂവ്മെൻറ്റും ഹിമാലയാസിൻ്റെ ഒരു പൊസിഷനും ഒക്കെ കൂടെ ഇതെല്ലാം 4 പാട് നടക്കുന്ന സംഭവങ്ങൾ മുഴുക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഈ ഡൽഹിയിലുള്ള മൂടൽ മഞ്ഞിന് ഒരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ ഭാഗത്തു നിന്നല്ല, ഈ പറഞ്ഞ കാരണങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഇത് പോരാഞ്ഞിട്ട് കോൾ പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ ഇപ്പോഴും 70% ഇലക്ട്രിസിറ്റി വരുന്നത് കോൾ പ്ലാന്റ്സിൽ നിന്നാണ്. അത് ഡൽഹിക്കും UP ഏരിയയിലുമൊക്കെ പിന്നെ കോൾ പ്ലാന്റുകൾ ഒരുപാടുണ്ട്. അത്തരം കൽക്കരി പ്ലാന്റുകളിൽ നിന്നും കൽക്കരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ വിഷവായുവും ഈ ഡൽഹിയിലോട്ട് തന്നെ എത്തിച്ചേരും. ഒരവസ്ഥ ഒന്ന് ആലോചിക്കണം. ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളിൽ കാണിക്കുന്ന പരിപാടികളുടെ എല്ലാം റിസൾട്ട് വന്നു ചേരുന്നത് ഡൽഹിയിലാണ്. പിന്നെ വീടുകളിൽ നിന്നുള്ള എമിഷൻസും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന് വെഹിക്കിൾസിൽ നിന്ന്, മറ്റൊന്ന് ഈ ചുറ്റുപാടുമുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന്, മൂന്നാമതായിട്ട് ഈ സ്റ്റബിൾ ബേണിങ്, വൈക്കോല് കത്തിക്കുന്നതിൽ നിന്ന്. വിൻ്റർ സമയത്ത് വൈക്കോൽ കത്തിക്കുന്നതിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഭയങ്കരമായി കൂടും. സമ്മറിൽ അത്ര കുറച്ച് കുറവായിരിക്കും. സോ ഓൺ ആൻ ആവറേജ് ഒരു 15 മുതൽ 20% വരെയാണ്. പക്ഷേ എന്നാലും വിൻ്റർ സമയമാകുമ്പോൾ 40% വരെ ഈ പിന്നെ വൈക്കോൽ കത്തിക്കുന്നതുകൊണ്ടുള്ള പുകയില ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. ഈ സർക്കാരുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന സർക്കാരുകൾ എടുത്ത പ്രധാനപ്പെട്ട നടപടികൾ എന്തെല്ലാമാണ്? നമുക്കിന്നത് രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഡൽഹി ആസ് എ ഹോൾ എന്തൊക്കെ ആക്ഷൻസ് ഗവൺമെൻറ്റ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, ഓഡ് ഓർ ഈവൻ നമ്പർ സ്കീമിൽ വണ്ടികൾ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഈ വണ്ടികൾ കൊണ്ടുവന്നപ്പോൾ ആദ്യം അത് ഭയങ്കര സക്സസ് ആകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ വേണ്ടത്ര വിജയം കണ്ടില്ല. ഒന്നാമതായി ആൾക്കാർ രണ്ടാമതൊരു വണ്ടി വാങ്ങി ഒരു ഓഡ് ഓർ ഈവൻ നമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഒരു പിന്നെ ഡിഫറൻസ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അവർ ഒന്നുകിൽ ഈവൻ വണ്ടിയിൽ പോകും, അല്ലെങ്കിൽ ഓട് വണ്ടിയിൽ പോകും. അപ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആ ഒരു പിന്നെ വർക്ക് അറൗണ്ട് ഓപ്റ്റ് ചെയ്തു. പിന്നൊന്ന്, സ്മോഗ് ടവറുകൾ ക്രിയേറ്റ് ചെയ്തു. ഓരോ സ്മോഗ് ടവറിനും ഏതാണ്ട് 20 മുതൽ 25 കോടി രൂപ വരെ ചിലവുണ്ടായിരുന്നു. ഈ സ്മോഗ് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടവർ ഉണ്ടായിരിക്കും. ഈ ടവറിൽ ഫാൻ, പിന്നെ മുകളിൽ വലിയൊരു ഫാൻ വെച്ചിരിക്കും. ഈ ഫാൻ ചുറ്റുപാടുമുള്ള എയറിനെ വലിച്ചെടുക്കും അകത്തോട്ട്. എന്നിട്ട് ആ ഫാനിലും കൂടെ
പിന്നെ ചൂടാക്കി അതിൻ്റെ ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വെളി ക്ലീൻ ആക്കിയിട്ട് എയറിന് വെളി വിടും. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു സ്മോക്ക് ടവർ. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സ്മോക്ക് ടവറിന് മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത് 1 കിലോമീറ്റർ ഏരിയയാണ്. അതിനുള്ള ചിലവാണെങ്കിലും ഭയങ്കര ഭീമമായ ചിലവ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയൊരു സക്സസ് റേറ്റ് കണ്ടെത്താനായിട്ട് സ്മോക്ക് ടവറിന് കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞത് ദീപാവലിക്ക് കത്തിക്കുന്ന പടക്കം പോലുള്ള സാധനങ്ങൾ ബാൻ ചെയ്തു. കാരണം ദീപാവലിയുടെ സമയത്ത് ഈ നവംബർ സമയത്താണല്ലോ സാധാരണ ദീപാവലി വരുന്നത്. ഈ ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ പടക്കം കൂടെ കത്തിക്കുന്നൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് പോകണം. അപ്പം ഈ മൊത്തത്തിൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളും ബാൻ ചെയ്തു. പക്ഷേ ഇതൊന്നും ഈവൻച്വലി ഇഷ്യൂവിനെ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്തില്ല. എന്നാൽ ഇതിനും അപ്പുറം നമ്മൾ പ്രത്യക്ഷ മാധ്യമങ്ങളിൽ വരാത്ത കുറച്ച് സൊല്യൂഷൻ മെത്തേഡ്സ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ആ ഫോർമുല അവർ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്ക് കൊടുത്തു. ഈ ഫോർമുല ഒരു സ്പ്രേ പോലത്തെയാണ്. ഇത് ഈ വൈക്കോലുകളിൽ അടിച്ചു കഴിഞ്ഞാൽ 10-25 ദിവസം കൊണ്ട് ഈ വൈക്കോൽ അങ്ങ് ഡീകമ്പോസായി മാനുവറായി വളമായി അങ്ങ് മാറും. അതൊരു വലിയ ചേഞ്ചാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ട് കത്തിക്കുക എന്നുള്ളതല്ലാതെ ഇവർക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രശ്നമില്ല. ഈ വൈക്കോലിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് അങ്ങ് പോകും. ഗവൺമെൻറ് ഏതാണ്ട് 24,000 പഞ്ചാബ് മാത്രം ഏതാണ്ട് 24,000 ഈ ഫോർമുല ഇത് കൊടുക്കേണ്ട ബയോമാസ് ഫീഡേഴ്സ് കൊടുക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അവർ വേറൊരു സംവിധാനം കൊണ്ടുവന്നു. ഹാപ്പി സീഡേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാന്റിങ് സംവിധാനം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈക്കോല് കർഷകൻ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ നിന്നും മാറ്റാതെ തന്നെ അവിടെ വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു വിത്തിറക്കാനുള്ള ഒരു സംവിധാനമാണ്. അതും ഒരുപാട് കർഷകർക്ക് അത് സൗജന്യമായിട്ട് കൊടുത്തു. അതിൻ്റെ ഈ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സബ്സിഡീസും കാര്യങ്ങളും ഗവൺമെൻറ് കൊടുക്കുമ്പോൾ പിന്നെ ഈ കർഷകർ നേരെ പോയി ഇത് കത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കൊടുത്തത്. അത് വലിയ രീതിയിൽ ഈ സ്റ്റബിൾ ബേണിങ്, അതായത് വൈക്കോൽ കത്തിക്കുന്നതിൽ നിന്നുള്ള എമിഷൻ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നൊന്ന് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അഡോപ്ഷനാണ്. നമുക്ക് പറയാം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് പൊതുവിൽ വലിയ രീതിയിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. കുറേയൊക്കെ ഇഷ്യൂസൊക്കെ അവിടെ ഇവിടെ വരുന്നുണ്ടെങ്കിലും നമ്മൾ ലാർജർ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഈ ട്രാൻസിഷനിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്ന് ഡൽഹിയാണ്. ഏതാണ്ട് 12% ന്യൂ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഇലക്ട്രിക്കാണ്. അപ്പോൾ അതൊരു വലിയ ട്രാൻസിഷനാണ്. ഞാൻ അസ്യൂം ചെയ്യുന്നത് വിത്തിൻ 5 ഇയേഴ്സ് മിക്കവാറും റൂള് തന്നെ വരുമായിരിക്കും ഡൽഹിയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇത് ട്രക്കുകളുടെ കാര്യത്തിലും പറഞ്ഞു. കാരണം ഇത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ എമിഷനാണ് കൂടുതലും ഈ ഡീസൽ പോലുള്ള സാധനങ്ങൾ ബേൺ ചെയ്തിട്ട്. അപ്പോൾ ഈ ട്രക്കുകളുടെ കാര്യത്തിൽ ഇത് പറഞ്ഞു ഒരു ലാർജ് ട്രാൻസിഷൻ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ട്രക്കുകളുടെയും കാറുകളുടെയും കാര്യത്തിൽ മാത്രം വന്നാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ 70% ഇലക്ട്രിസിറ്റിയും ജനറേറ്റ് ചെയ്യുന്നത് കോളിൽ നിന്നാണ്, കൽക്കരിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ റിന്യൂവബിൾ സോഴ്സിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡ് എനർജി, സോളാർ എനർജി പോലുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷനും ഇതിന് ഹെൽപ്പ് ചെയ്യും. അതായത് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇലക്ട്രിക് ബേസ്ഡ് എമിഷൻസ് കുറയ്ക്കാനായിട്ടുള്ള ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹിയിലും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, 2018-നും 2023-നും ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഡൽഹിയിലെ അടുത്തുള്ള ഏതാണ്ട് 500ഓളം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി. കാര്യം വേറെ ഒന്നുമല്ലായിരുന്നു, ഈ എമിഷൻ വളരെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവയ്ക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഗവൺമെൻറ് തന്നെ അതിന് മുൻകൈ എടുത്ത് അതിൻ്റെ ഒരു റീലൊക്കേഷൻ വേറെ സ്ഥലങ്ങളിലേക്ക് നടത്തി. രണ്ടാമതായി ഈ ബ്രിക്ലിൻസ് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ക്ലീൻ എനർജി ഫ്യൂവൽ ഉപയോഗിക്കണം എന്നുള്ളൊരു മാൻഡേറ്റ് സുപ്രീം കോടതി കൊണ്ടുവന്നു. അതായത് ചുമ്മാ ചാണകം ഇട്ട് കത്തിക്കുന്ന പരിപാടി നടക്കില്ല, അതിൻ്റേതായ ടെക്നിക്കൽ സൊല്യൂഷൻസ് ഉണ്ട്. അത് അഡോപ്റ്റ് ചെയ്ത് ഒരു ക്ലീൻ എനർജി സൊല്യൂഷൻ കൊണ്ടുവരണം എന്നുള്ളൊരു നിയമം സുപ്രീം കോടതി കൊണ്ടുവന്നു. ഇതൊരു വലിയ മാറ്റം ഉണ്ടാക്കി. ഏതാണ്ട് 20% ഈ ഒരു കാര്യങ്ങൾ വന്നതിന് ശേഷം ഇൻഡസ്ട്രിയൽ എമിഷൻ്റെ കാര്യത്തിൽ കുറവ് വന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു അർബൻ ഫോറസ്ട്രി ഇനിഷ്യേറ്റീവ് ഡൽഹി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 3-4 ഇയേഴ്സ് കൊണ്ട് ഏതാണ്ട് 33 ദശലക്ഷം മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഗവൺമെൻറ് ഡൽഹിയിലെ പല ഭാഗത്തായിട്ട് വച്ചുപിടിപ്പിച്ചു.
IITകൾ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഒരു പ്രോപ്പർ അർബൻ ഫോറസ്ട്രി വന്നു കഴിഞ്ഞാൽ, ഒരു ഗ്രീൻ കോറിഡോർ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 10 മുതൽ 15% വരെ എമിഷനിൽ കുറവ് വരും എന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇനിഷ്യേറ്റീവും നടക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നടക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പല സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ്. പഞ്ചാബുണ്ട്, ഹരിയാനയുണ്ട്, പിന്നെ ഡൽഹി യൂണിയൻ ടെറിട്ടറിയാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ 2021 എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളുമായി ചേർന്ന് വർക്ക് ചെയ്ത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇതിനൊരു മോണിറ്ററിങ് ഏജൻസിയെ കൊണ്ടുവന്നു. ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവൊക്കെ സക്സസ് ആവുന്നുണ്ടോ, നമുക്കിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പ്രോപ്പർലി മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസിയെ കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റുകൾ പല രീതിയിലും, പല ഗവൺമെൻറ്റുകളും കേന്ദ്ര സർക്കാരായാലും ശരി, ഈ ഡൽഹിയിലുള്ള സർക്കാരായാലും ശരി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ഈ മൂടൽമഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും ഇത് രക്ഷയില്ല, പോയി എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഓരോ വർഷത്തിലുള്ള എയർ ക്വാളിറ്റിയുടെ ആവറേജ് PM 2.5 പാർട്ടിക്കിൾസിൻ്റെ ആവറേജ് കണക്കെടുത്തു കഴിഞ്ഞാൽ 2018 114 ഡൽഹിയിൽ, 2023 അത് 98. നമ്മളിപ്പോഴും സേഫ് സോണിലായിട്ടില്ല, പക്ഷേ ട്രെൻഡിങ് പോസിറ്റീവ്ലി. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ വിൽ പവറോടുകൂടി നമ്മൾ എല്ലാ ഗവൺമെൻറ്റും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു സക്സസ് ആയിരിക്കും നമുക്ക് വരും കാലത്ത് നമുക്ക് ഈ ഡൽഹി ഉണ്ടാവാൻ സാധിക്കുന്നത്. ലോകത്തിന് തന്നെ ഇതൊരു മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത്രയും ഇഷ്യൂസുള്ള, ജോഗ്രഫിക്കലി ഇത്രയും പ്രോബ്ലം ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെ സിറ്റുവേഷൻ മാറ്റിമറിച്ചു എന്നുള്ളത്. എന്തായാലും ഡൽഹിയെക്കുറിച്ചുള്ള ഈ കഥയും ഈ വിവരണവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.